എന്താണ് നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയുമായി ചുറ്റിപ്പറ്റി നടക്കുന്ന പുതിയ വിവാദങ്ങൾ നമുക്ക് നോക്കാം. മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് എന്ന പേരിൽ 20 വർഷത്തോളമായി ഗ്രാമീണ മേഖലയിൽ ഒരു വീട്ടിൽ നിന്നും ഒരാൾക്ക് 100 ദിവസം വർഷത്തിൽ ജോലി നൽകുന്ന പദ്ധതിയാണ് നമ്മൾ തൊഴിലുറപ്പ് പദ്ധതി എന്ന് വിളിക്കുന്നത്. 2005 അന്നത്തെ മൻമോഹൻ സിംഗ് ഗവൺമെന്റ് ആണ് ഈ പദ്ധതിക്ക് തുടക്കമിട്ടത്. ഇതിൽ തൊഴിലാളികളുടെ വേതനം 100% നൽകുന്നത് സെൻട്രൽ ഗവൺമെന്റിന്റെ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ്. ഈ തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരമായി BBG റാംജി വികസിത ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ ഗ്രാമീൺ എന്ന പേരിൽ പുതിയൊരു പദ്ധതി ഇപ്പോഴത്തെ സെൻട്രൽ ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. 100 തൊഴിൽ ദിനങ്ങൾക്ക് പകരം 125 തൊഴിൽ ദിനങ്ങൾ ഈ ഒരു പുതിയ പദ്ധതി ഓഫർ ചെയ്യുന്നുണ്ട്. മൊത്തത്തിൽ തൊഴിലുറപ്പിനെ സിസ്റ്റമാറ്റിക് ആക്കി മാറ്റാനുള്ള ശ്രമങ്ങളുണ്ട്. ജലസുരക്ഷ, ഗ്രാമീണ അടിസ്ഥാന സൗകര്യങ്ങൾ, പ്രകൃതി ദുരന്ത പ്രതിരോധം, ഉപജീവന മാർഗങ്ങൾ എന്നീ മേഖലയിലായിരിക്കും ഇനി തൊഴിൽ നൽകുക. 2047ഓടെ വികസിത ഭാരത് എന്നുള്ള ഒരു ലക്ഷ്യവുമായിട്ടാണ് ഈ ഒരു പദ്ധതിയും ഗവൺമെന്റ് മുന്നോട്ട് വെക്കുന്നത്. ഇനി ഈ പുതിയ പദ്ധതിയെ എതിർക്കുന്നവരുടെ വാദങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് പദ്ധതിയുടെ പേരിൽ നിന്നും മഹാത്മാഗാന്ധിയെ വെട്ടിമാറ്റിയത് തന്നെയാണ്. രണ്ടാമത്തേത് പഴയ പദ്ധതിയിലെ 100 തൊഴിൽ ദിനങ്ങൾ ഒരു അവകാശമായിട്ടാണ് കൊടുത്തിരുന്നതെങ്കിൽ പുതിയ പദ്ധതിയിലെ 125 തൊഴിൽ ദിനങ്ങളിൽ ആ അവകാശ വ്യവസ്ഥ കാണാനില്ല. മാത്രമല്ല വർഷത്തിൽ സംസ്ഥാനങ്ങൾക്ക് അവരുടെ കൃഷി രീതി അനുസരിച്ച് 60 ദിവസങ്ങൾ വരെ തൊഴിൽ നൽകാതിരിക്കാനുള്ള സ്കോപ്പ് ഉണ്ട്. ഇത് ഒരു വർഷത്തിൽ മാക്സിമം 75-ൽ കൂടുതൽ തൊഴിൽ ദിനങ്ങൾ നൽകാൻ പ്രാക്ടിക്കലി പോസിബിൾ ആകില്ല എന്നും പറയുന്നുണ്ട്. മൂന്നാമത്തേത് പഴയ പദ്ധതിയിൽ വേതനം നൽകിയിരുന്നത് 100% കേന്ദ്ര ഗവൺമെന്റ് ഫണ്ട് ഉപയോഗിച്ചിട്ടാണ്. പുതിയ പദ്ധതിയിൽ അത് 60:40 എന്ന അനുപാതത്തിലാണ്. അതായത് 60% കേന്ദ്ര ഫണ്ടും 40% സംസ്ഥാന ഫണ്ടും. ഇത് സംസ്ഥാനങ്ങൾക്ക് ഒരു അധിക ബാധ്യതയാകും എന്ന് പറയുന്നുണ്ട്. എന്തായാലും നിലവിൽ ഈ പദ്ധതി പാർലമെന്റിൽ അവതരിപ്പിക്കുന്നതിൽ നിന്നും ഗവൺമെന്റ് പിന്നോട്ട് പോയിട്ടുണ്ട്. എന്നാൽ വരും ദിവസങ്ങളിൽ ചൂടേറിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് ഇത് കാരണമാകും എന്നുള്ളതിൽ സംശയമില്ല. താങ്ക്